ഹലോ ആൾ വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് റാപ്പ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സലിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാണ് എനിത്തിങ്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് റാൻഡമായിട്ടൊരു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ അങ്ങനെ ഞാനൊരു റാൻഡമായിട്ടൊരു പാരഗ്രാഫല്ല ഒരു ജസ്റ്റ് ഒരു ലോങ് ആയിട്ടുള്ളൊരു ലൈന് ടൈപ്പ് ചെയ്തെടുക്കുകയാണ്. ലോങ് ആയി ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാം അത് ഒരിക്കലും റാപ്പായി പോവാതെ നമുക്ക് നേരിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒന്നും രണ്ടും പേജിലേക്കായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് റാപ്പ് ടെസ്റ്റ് ചെയ്യണം. റാപ്പ് ടെസ്റ്റ് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് Ctrl+1 അമർത്തിയിട്ട് ഫോർമാറ്റിൽ പോയിട്ട് അലൈൻമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് റാപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ, അത് ചെയ്യാം. ഇപ്പോൾ നമുക്കത് ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് പ്രിവ്യൂവിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വരാം. ഡയറക്റ്റായിട്ട് ഒരു സിംഗിൾ വേർഡായിട്ട് നമ്മൾ വേർഡ് ഫയലൊക്കെ ടൈപ്പ് ചെയ്യുന്നത് പോലെ. ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഷീറ്റ് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന ഷീറ്റാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡെക്കറേഷനൊക്കെ അറിയില്ല. ഓക്കെ, ഈ ഒരു ഇറ്റ് വാസ് എന്ന് പറയുന്നിടത്ത് Ctrl+1 അമർത്തുമ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ റാപ്പ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആവും. അല്ലെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഇപ്പുറത്ത് ഇതിലല്ല കേട്ടോ, അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് റാപ്പ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ റാപ്പായും, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാ ആവും. റാപ്പ് ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ Ctrl+1 അമർത്തിയിട്ട് അലൈൻമെൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ അലൈൻമെൻറ്റിൻ്റെ താഴെ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് അതിൽ അലൈൻമെൻറ്റ് കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ റാപ്പ് ടെസ്റ്റ് പറയുന്നത്. റാപ്പ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പറഞ്ഞത് മനസ്സിലായാലും ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാം. ഇതിനിപ്പോൾ നമുക്ക് പ്രിൻ്റർ കൊടുക്കുമ്പോൾ ഒരു ഇത് മാത്രമേ നമുക്ക് പ്രിൻ്റ് വരുള്ളൂ. ഇനി അപ്പുറത്ത് എന്തെങ്കിലും ബി കോളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.